വാങ്ങിച്ചത് കൊടും പൊടിയായിരുന്നു. ആ മുന്തിരിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി പഴുത്ത മാമ്പഴം, 2 പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയിട്ട് കുറച്ച് തൈരും വാട്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുക, ഉപ്പിടുക. എന്നിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ പ്രശ്നമില്ല. അത് വാട്ടി കഴിയുമ്പോഴേക്കും അതിലെല്ലാവരും പിടിക്കും, ഉപ്പും മുളകും ഒക്കെ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ജീരകവും തേങ്ങയും അല്പം തൈരും കൂടി നന്നായി ഒഴിച്ചിട്ട് പിന്നെ കടുക് വറുത്തിടുമ്പോൾ മുളക്, വേപ്പില, ഉലുവ ഒക്കെ വറുത്തിട്ട് ഇച്ചിരി മുളക് പൊടി അതിന് മീതെ ഇടുക. എന്നിട്ട് താളിച്ചൊഴിക്കുക. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇളക്കി കഴിയുമ്പോൾ ഒന്ന് പച്ചമുളകൊക്കെ മാറുന്ന പോലെ അതിൽ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒന്ന് എരിവൊക്കെ അതിലാവണ്ടേ. അപ്പം അതിനൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് പതുക്കെ വേവിച്ചെടുക്കുക. പതുക്കിനെ ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത തേങ്ങയും തൈരും ജീരകവും കൂടി അരച്ച് ഒഴിച്ച് നോക്കാം. കുറച്ച് ജീരകം തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക. എന്നിട്ട് വേണം തൈര് ഒഴിച്ചൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇതാണ് എൻ്റെ മാങ്ങ മുന്തിരിങ്ങ കറി. പച്ചമുന്തിരി, പുളിച്ച പച്ചമുന്തിരി വാങ്ങിച്ചത് പുളിയായിരുന്നു. അപ്പോൾ കഴിക്കാനായിട്ട് പറ്റൂലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് ശരിക്കും മാമ്പഴ പുളിശ്ശേരി പോലെ അതിൻ്റെ കൂടെ മുന്തിരിങ്ങയും കൂടി കിടക്കുന്നുണ്ട്. കണ്ട മുന്തിരിങ്ങ കാണാനില്ലല്ലോ. ഇതേ മുന്തിരിങ്ങ കണ്ട. മുന്തിരിങ്ങ അതിനെ കുരു കളഞ്ഞ് പൊളിച്ചിട്ടേക്കാണ് കേട്ടോ. കണ്ട